ഇന്ന് സ്മാക്ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ബിയാങ്ക ബെല്ലറിന്റെ സെഗ്മെന്റ് ആണ് നടന്നത്. അപ്പോൾ ഈ സെഗ്മെന്റിനെ പറ്റി പറയുന്നതിനേക്കാൾ മുൻപായിട്ട് ഇന്നത്തെ സ്മാക്ഡൗണിനെ പറ്റി പറയാം. ഇന്നത്തെ സ്മാക്ഡൗൺ നല്ല ഷോ ആയിട്ടാണ് തോന്നിയത്. നല്ല നല്ല മാച്ചും അതുപോലെ മെയിൻ ഇവന്റ് സെഗ്മെന്റ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇനി ബിയാങ്ക ബെല്ലറിന്റെ സെഗ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഫാമിലി എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ പറ്റിയെല്ലാം സംസാരിക്കുന്നുണ്ട്. അതുപോലെ ഫാൻസുമായിട്ട് സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ നയോമി വരുന്നതായിട്ടും വന്നതിന് ശേഷം ബിയാങ്ക ബെല്ലറുമായിട്ട് ഒരു സ്പാർക്ക് പോകും. അതായത് നയോമി പറയുന്നുണ്ട്, അതായത് നയോമി മുൻപ് ജാക്ക് കാർഗിലിനെ അറ്റാക്ക് ചെയ്ത കാര്യമെല്ലാം ഇവർ എടുത്തിടുന്നുണ്ട്. അതുപോലെ നയോമി പറയുന്നുണ്ട്, ബിയാങ്ക ബെല്ലറിന്റെ വീട്ടിൽ ചെന്ന് നോക്കിയ സമയത്ത് അവിടുത്തെ ഫോട്ടോസ് എല്ലാം കണ്ടപ്പോൾ ഒരുപാട് വിഷമമായി എന്നൊക്കെ. അതായത് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഇവർ വിൻ ചെയ്ത സമയത്തെല്ലാം ഒരു നല്ല സമയമായിരുന്നു, അതെല്ലാം കണ്ട് തനിക്ക് വിഷമമായി ഈ ഒരു ടൈപ്പിലെല്ലാം. പിന്നീട് ബിയാങ്ക ബെല്ലർ പറയുന്നുണ്ട്, നീ ഇനി ഒരിക്കൽ കൂടി എൻ്റെ വീട്ടിലേക്ക് വന്ന ജാക്ക് കാർഗിലിന്റെ പോലെയല്ല, നിന്നെ ഞാൻ ഭയങ്കരമായും അറ്റാക്ക് ചെയ്യും ഈ ഒരു ടൈപ്പിലല്ല. അപ്പൊ അതുപോലെ തന്നെ നയോമിയും പറയുന്നുണ്ട്, അതായത് ഞാൻ നിന്നെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നിന്നെയും ഞാൻ വീൽ ചെയറിലെല്ലാം ഇരുത്തേണ്ടതായിട്ട് വരും ഈ ഒരു ലെവലിലൊക്കെ. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അവിടെ ജാക്ക് കാർഗിൽ വരുന്നതായിട്ടും വന്നതിന് ശേഷം നയോമിനെ കയറി അറ്റാക്ക് ചെയ്തു. പിന്നീട് ഇവർക്ക് തമ്മിലുള്ള മണി ഇൻ ദി ബാങ്ക് ക്വാളിഫയിങ് മാച്ചാണ് നടന്നത്. ജാക്ക് കാർഗിൽ, നയോമി, നയ ജാക്സ് ഇവർക്ക്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല മാച്ചായിരുന്നു. മാച്ചിന്റെ അവസാനത്തിൽ നയ ജാക്സ് ഇവരെ ഡബിൾ ഫിനിഷർ ചെയ്യാൻ നോക്കിയപ്പോൾ നയോമി അതിൽ നിന്നും മാറി ഫിനിഷർ നേരെ ജാക്ക് കാർഗിലിന് കിട്ടുന്നതായിട്ടും അടുത്ത സെക്കൻഡിൽ തന്നെ നയ ജാക്സിനെ റോപ്പിംഗ് ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ നയോമിയാണ് വിൻ ചെയ്ത് മണി ഇൻ ദി ബാങ്ക് ലാഡർ മാച്ചിലേക്ക് ആഡ് ആയത്. പിന്നീട് ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ സോളോ സിക്കാവ, ജേക്കബ് ഫാട്ടു, ജെറി മാറ്റയോ ഇവരെല്ലാം സംസാരിക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. ആ സമയത്ത് ആർട്ടൂത്ത് വന്നുകൊണ്ട് ഒരു ഫൺ സെഗ്മെന്റ് പോലെയാണ് കാണിച്ചത്. അതായത് ആർട്ടൂത്ത് വന്നുകൊണ്ട് പറയുന്നുണ്ട്, ജെഡി ആരാണ് എനിക്കറിയില്ല, അതുപോലെ സോളോ സിക്കാവയുടെ മകനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കളിയാക്കുന്നുണ്ട്. ശേഷം പറയുന്നുണ്ട് ജെഡിയുമായിട്ട് ഒരു മാച്ച് വെക്കാൻ വേണ്ടിയിട്ട് താൻ നിക്ക ആർട്ടിസ്റ്റിനോട് സംസാരിക്കാൻ പോവാണ് എന്ന്. അതുപോലെ യുണൈറ്റഡ് ചാമ്പ്യൻ ജേക്കബ് ഫാട്ടു പറയുന്നുണ്ട്, എനിക്കിന്ന് എൻ്റെ ബിസിനസ് നോക്കണം, അവിടെ നിന്നും പിരിഞ്ഞു പോകുന്നുണ്ട് ഇവരെല്ലാം. പിന്നീട് വീണ്ടും ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ഇഞ്ചുറി സംഭവിച്ച ചെൽസി ഗ്രീൻ ചാമ്പ്യൻഷിപ്പ് മാച്ചിനെ പറ്റി, അല്ലെങ്കിൽ സെലീനയുടെ കൂടെ മാച്ച് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ മെഡിക്കലി ക്ലിയർ അല്ലാത്തത് കൊണ്ട് മാച്ച് കൊടുക്കാൻ പറ്റില്ല എന്ന് നിക്ക ആർട്ടിസ്റ്റ്. പിന്നീട് അവർ ആൽബ ഫയറിനെ തിരഞ്ഞെടുത്തുകൊണ്ട് ആൽബ ഫയറിനും സെലീന വേഗയ്ക്കും ഒരു മാച്ച് എല്ലാം കൺഫേം ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ടിഫനി സ്റ്റാറ്റൺ സംസാരിക്കുന്ന സമയത്ത് നയോമി ഒന്ന് പറയുന്നുണ്ട്, മണി ഇൻ ദി ബാങ്ക് വിൻ ചെയ്ത് ഞാൻ ചാമ്പ്യൻഷിപ്പ് നിന്റെ കയ്യിൽ നിന്നും വിൻ ചെയ്തുകൊണ്ട് പോകുമെന്നൊക്കെ. അതേ സെഗ്മെന്റിൽ അലക്സാണ്ടസും വന്നുകൊണ്ട് ജസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് തന്നെയാണ് താനും പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ജെറി മാറ്റിയോ വേഴ്സസ് ആർട്ടൂത്ത് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല. ആർട്ടൂത്ത് ജോൺസീനയുടെ മൂവെല്ലാം ഇതിൽ യൂസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ ആർട്ടൂത്തിനെ ഫിനിഷർ ചെയ്തുകൊണ്ട് ജെറി മാറ്റിയോ ആണ് ഈ മാച്ച് വിൻ ചെയ്തത്. മാച്ച് കഴിഞ്ഞതിന് ശേഷം ആർട്ടൂത്തിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയ സമയത്ത് ജെയ്സോടെ വരുന്നതായിട്ടും ജെയ്സോ വന്നതിന് ശേഷം ഒരു ചെയറെല്ലാം എടുത്തുകൊണ്ട് വന്ന് ഇവരെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആ സമയം സോളോ സിക്കാവ ഇവനെ ഒന്നും ചെയ്യണ്ട എന്നൊക്കെയാണ് പറയുന്നത് ജെഡി മാത്യുവിനോട്. അതായത് നമ്മളൊക്കെ ഒരു ഫാമിലിയാണ്, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. പിന്നീട് ടാഗ് ടീം ചാമ്പ്യൻസ് ആയ സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ഇവരുടെ സെഗ്മെന്റ്. ഇപ്പോൾ ഈ സെഗ്മെന്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ DIY ടീമും അതുപോലെ തന്നെ ഫ്രീക്സിയ, മോട്ടോ സിറ്റി, മെഷീൻ ഗൺസ് ഇവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സെഗ്മെന്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ ഇവർക്ക് നടന്ന ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ വൈറ്റ് സിക്സ് എല്ലാം വന്ന് അറ്റാക്ക് ചെയ്ത കാര്യത്തെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ നെയ്ലൻ പേഴ്സറും ആക്സിയും പറയുന്നുണ്ട്, ഇല്ല ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന്റെ റീമാച്ച് വേണം എന്നൊക്കെ. അതുപോലെ തന്നെയാണ് മോട്ടോസിറ്റി മെഷീൻ ഗൺസും പറയുന്നത്, ഞങ്ങൾക്കും ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന്റെ റീമാച്ച് വേണം എന്ന ടൈപ്പിലൊക്കെ. അപ്പോൾ അങ്ങനെ ഈ ഒരു സെഗ്മെന്റ് മുന്നോട്ട് പോകുമ്പോൾ അവസാനം ഇവർ വൈറ്റ് സിക്സിനെ എല്ലാം കളിയാക്കുന്നുണ്ട് DIY. പിന്നീട് പെട്ടെന്ന് ലൈറ്റ് എല്ലാം ഓഫായി വൈറ്റ് സിക്സ് ടീം മൊത്തത്തിൽ വന്നുകൊണ്ട് കഴിഞ്ഞ സ്മാക്ഡൗണിൽ ചെയ്തതുപോലെ തന്നെ എല്ലാവരെയും അറ്റാക്ക് ചെയ്ത് നെയ്തൻ പ്രേസറിന് സിസ്റ്റർ അബിഗയിൽ കൊടുത്തുകൊണ്ട് അറ്റാക്ക് ചെയ്തു അങ്കിൾ ഹൗഡി. അതിനുശേഷം ടാഗ് ടീം മാച്ച് ഹുംബർട്ടോ ആൻഡ് ഏഞ്ചൽ ഫോഴ്സസ് റൈ ഫിനിക്സ് ആൻഡ് ജേവോൻ ഇവൻസ് ഇവർക്കാണ് ഈ ഒരു ടാഗ് ടീം മാച്ച് നടന്നത്. അപ്പോൾ ഇങ്ങനൊരു ടാഗ് ടീം മാച്ച് വെക്കാനുള്ള കാരണം ജേവോൻ ഇവൻസ്, റൈ ഫിനിക്സ്, NXT നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻ ഈത്തൻ പേജ് ഇവർക്കെല്ലാം ഒരു ഫാറ്റൽ 4-way മാച്ച് നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ മാച്ച് കാണാൻ വേണ്ടിയിട്ട് ഈത്തൻ പേജും വന്നിട്ടുണ്ടായിരുന്നു. മാച്ചിന്റെ അവസാനത്തിൽ റൈ ഫിനിക്സ് ടീം വിൻ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഈത്തൻ പേജ് വന്ന് പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ശേഷം റൈ ഫിനിക്സിനെ കമന്ററി ടേബിളിന്റെ മുകളിലേക്കെല്ലാം വലിച്ചെറിഞ്ഞു. പിന്നീട് ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് സാന്റോസിന്റെ ടീം ജേവോൻ ഇവൻസിന് ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ
ഹുംബർട്ടോ ആൻഡ് ഏഞ്ചൽ ഇവരാണ് വിൻ ചെയ്തത്. അപ്പോൾ ഇവർക്ക് നടക്കുന്ന ചാമ്പ്യൻഷിപ്പിന്റെ ഒരു ഹൈപ്പിന് വേണ്ടിയിട്ടാണ് ഈ മാച്ച് എന്ന് വെച്ചിട്ടുള്ളത്. നല്ല മാച്ചായിരുന്നു. പിന്നീട് യുണൈറ്റഡ് ചാമ്പ്യൻ സെലീന വേഗ ഫോഴ്സസ് ആൽബ ഫയർ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചിന്റെ അവസാനത്തിൽ സെലീന വേഗനെ അറ്റാക്ക് ചെയ്യാൻ നോക്കി ചെൽസി ഗ്രീൻ, അതായത് ആ ഒരു ഇഞ്ചുറി സംഭവിച്ച മാസ്ക് എല്ലാം വെച്ചുകൊണ്ട്. എന്നാൽ സെലീന മാറുന്ന സമയത്ത് അത് നേരെ പൈപ്പൻ നിവിനാണ് കിട്ടിയത്. പിന്നീട് ഈ മാച്ചിന്റെ അവസാനത്തിൽ ഇവരെയെല്ലാം ഒഴിവാക്കിയതിന് ശേഷം ആൽബ ഫയറിന് കോഡ് റെഡ് കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ സെലീന വേഗയാണ് വിൻ ചെയ്തത്. പിന്നീട് സെലീന മാച്ച് കഴിഞ്ഞ് ബാക്ക് സ്റ്റേജിൽ പോകുന്ന സമയത്ത് ജൂലിയ വന്നുകൊണ്ട് നിന്റെ ചാമ്പ്യൻഷിപ്പിന്റെ പിറകെ ഞാൻ വരും എന്ന ടൈപ്പിൽ കാണിച്ച് ഈ ഒരു സെഗ്മെന്റ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അടുത്തതായിട്ട് ഇവരാണ് വരാൻ പോകുന്നത് എന്ന രീതിയിൽ. പിന്നീട് ഡാമിൻ പ്രീസ്റ്റിന്റെ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ ഡ്രൂ മാക്കിൻടയറുമായിട്ടുള്ള മാച്ച്, സ്റ്റീൽ കേജ് മാച്ചിനെ പറ്റി എല്ലാം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡാമിൻ പ്രീസ്റ്റ് പറയുന്നത് തൻ്റെ അടുത്ത പ്ലാനായിട്ട് ഇനി എന്താണ് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ എൻ്റെ അടുത്ത പ്ലാനായിട്ട് ഇതാണ്, അതായത് യുണൈറ്റഡ് ചാമ്പ്യൻ ജേക്കബ് ഫാർട്ടൂനെയാണ് താൻ ഇനി നേരിടാൻ പോകുന്നത് എന്ന ടൈപ്പിൽ പറഞ്ഞുകൊണ്ട് ജേക്കബ് ഫാർട്ടൂനെ US ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് ചാലഞ്ച് ചെയ്യുന്നത് പോലെയാണ് ഈ ഒരു സെഗ്മെന്റ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇവർക്കാണ് ഇനി ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കാൻ പോകുന്നത്. പിന്നീട് മണി ഇൻ ദി ബാങ്ക് ക്വാളിഫയിങ് മാച്ച്. ഈ മാച്ച് നടന്നത് യുണൈറ്റഡ് ചാമ്പ്യൻ ജേക്കബ് ഫാർട്ടു ആൻഡ്രയുടെ കാർമെലോ ഹേയ്സ് ഇവർക്കാണ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിട്ടാണ് ഈ മാച്ച് മുന്നോട്ട് പോയത്. അതുപോലെ നല്ല ലെങ്ത്തും ഉണ്ടായിരുന്നു ഈ മാച്ചിന്. മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡിനെ മൂൺസൾട്ട് എല്ലാം ചെയ്ത് ജേക്കബ് ഫാർട്ടു വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് സോളോ സിക്കാവ ടീം വന്നുകൊണ്ട് പറയുന്നുണ്ട് വീണ്ടും മൂൺസൾട്ട് ചെയ്ത് അറ്റാക്ക് ചെയ്തതിന് ശേഷം പിൻ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇവർ സംസാരിച്ച് തർക്കിച്ച് നിൽക്കുന്ന സമയത്ത് അവിടെ ജിമ്മി യുസോ വരുന്നതായിട്ടും വന്നതിന് ശേഷം ജിമ്മി യുസോ ഇവരെയെല്ലാം നിരത്തി സൂപ്പർ കിക്ക് ചെയ്തു. ഈ ഒരു അവസരം ഉപയോഗിച്ച് കാർമെലോ ഹെയ്സ് ജേക്കബ് ഫാർട്ടൂനെ പിടിച്ച് തള്ളി സോളോ സിക്കാവയുടെ മേലേക്കെല്ലാം ഇട്ടു. പിന്നീട് ജേക്കബ് ഫാർട്ടൂനെ റിങ്ങിൽ നിന്നും ഒഴിവാക്കി മാച്ച് വിൻ ചെയ്യാൻ നോക്കിയെങ്കിലും ആൻഡ്രോയിഡ് ദി മെസ്സേജ് ഫിനിഷർ യൂസ് ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ആൻഡ്രോയിഡാണ് വിൻ ചെയ്തത്. അപ്പോൾ ഈ റിസൾട്ട് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ആൻഡ്രോയിഡ് ആ മാച്ചിൽ ഉണ്ടെങ്കിൽ പെൻഡ ആൻഡ്രോയിഡ് എന്തെങ്കിലും ലാഡർ വെച്ച് ഒപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു വേറെ ലെവൽ സംഭവം നമുക്ക് മണി ഇൻ ദി ബാങ്കിൽ കാണാം. അപ്പോൾ ഈ ഒരു മാച്ചും റിസൾട്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ്രോയിഡേക്ക് ഈ മാച്ച് കിട്ടണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. നിങ്ങൾക്കും അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ മാച്ച് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് ഭയങ്കരമായി സ്പാർക്കെല്ലാം വന്നിട്ടുണ്ടായിരുന്നു റിംഗ് സൈഡിൽ വെച്ച്, അതുപോലെ തന്നെ ബാക്ക് സ്റ്റേജിൽ വെച്ച്. അപ്പോൾ ജേക്കബ് ഫാർട്ടു പറയുന്നുണ്ട് തനിക്കെല്ലാം മടുത്തു എന്നൊക്കെ സോളോ സിക്കാവയോട്. പിന്നീട് സോളോ പറയുന്നുണ്ട് നിന്നെ ഹെൽപ്പ് ചെയ്യാനാണ് ഞങ്ങൾ നോക്കിയത് എന്നൊക്കെ. അപ്പോൾ ജേക്കബ് ഫാർട്ടു പറയുന്നുണ്ട് നിന്റെ സഹായമൊന്നും ഇനി എനിക്ക് വേണ്ട, ഇതോടുകൂടി നിർത്തിക്കോ എന്ന ടൈപ്പിലൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. അതിനുശേഷം മുൻ WWE ചാമ്പ്യൻ കോഡി റോഡ്സ് ആണ് വന്നത്. കോഡി റോഡ്സ് റസൽമേനിയയിൽ തോറ്റതിന് ശേഷം ഫസ്റ്റ് സ്മാക്ക് ഡൗൺ എപ്പിസോഡാണ് ഇത്. ഈ സെഗ്മെന്റ് അടിപൊളി സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാധിക്കില്ല, എന്നാലും അത്യാവശ്യം ഞാൻ പറയാൻ ശ്രമിക്കാം. കോഡി റോഡ്സ് വന്നതിന് ശേഷം പറയുന്നുണ്ട് ജോൺ സീനയുടെ കൂടെ ചാമ്പ്യൻഷിപ്പ് തോറ്റുപോയ കാര്യത്തെ പറ്റി. അതിനുശേഷം തൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ട് സംസാരിച്ചപ്പോൾ താനാണ് ബെസ്റ്റ് ചാമ്പ്യൻ എന്നൊക്കെ ആ ഒരു ഫ്രണ്ട് പറഞ്ഞ സമയത്ത് കോഡി റോഡ്സിന് വളരെയധികം സന്തോഷം തോന്നിയിരുന്നു എന്നൊക്കെ. അപ്പോൾ ഈ ഒരു ടൈപ്പിലൊക്കെ സംസാരിച്ചുകൊണ്ട് റോക്ക് കൊടുത്ത ഓഫറിനെ പറ്റിയും കോഡി റോഡ്സ് പറയുന്നുണ്ട്. അതായത് റോക്ക് മുൻപ് ചെയ്ത ആ ഒരു സെഗ്മെന്റ്, കോഡിയുടെ സോള്, ആ ഒരു സെഗ്മെന്റിനെ പറ്റിയെല്ലാം. എന്നിട്ട് പറയുന്നുണ്ട് റോക്കിന്റെ ഓഫർ ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്നൊക്കെ. അതുപോലെ സീന പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. സീന എന്താണോ ഓഡിയൻസിനോട് പറഞ്ഞത് അത് തന്നെയാണ് റസൽമേനിയയിൽ അവൻ ചെയ്തത്. ഇങ്ങനെയെല്ലാം സംസാരിച്ചുകൊണ്ട് കോഡി അവസാനം പറയുന്നുണ്ട് ഇന്ന് സ്മാക്ക് ഡൗണിൽ ഞാൻ ഒരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന്. പിന്നീട് ഫാൻസിന് അത് മനസ്സിലായി വേൾഡ് ചാമ്പ്യൻ ജെയ്സയാണ് എന്ന്. ശേഷം അവർ ഈറ്റടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജെയ്സോ അവിടെ വന്ന് ഭയങ്കരമായി ഈറ്റെല്ലാം ചെയ്തുകൊണ്ട് റിങ്ങിലേക്ക് വന്നു. ആ സമയത്ത് ജോൺ സീനയുടെ തീം മ്യൂസിക് എല്ലാം പ്ലേ ആയി സീന റിങ്ങിലേക്ക് വന്നുകൊണ്ട് ഇവരെ കളിയാക്കി സംസാരിക്കുന്നുണ്ട്. അതായത് ജോൺ സീനയുടെ പോലെ ആവാനാണ് കോഡി റോഡ്സ് WWE വേൾഡ് ചാമ്പ്യൻ ജെയ്സോ ഇവരെല്ലാം നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നുണ്ട്. എന്നാൽ അതിനൊന്നും നിങ്ങളെ കൊണ്ട് പറ്റില്ല. എന്നാൽ അതിന് പറ്റാവുന്ന ഒരാളുണ്ട്, അല്ലെങ്കിൽ ഇനി WWE മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ ഇനി WWEയുടെ ഭാവിയായിട്ട് ഒരാളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോഗൻ പോളിനെ വിളിക്കുന്നുണ്ട്. അതിനേക്കാൾ മുൻപായിട്ട് റെസ്പെക്ട്, റോയാലിറ്റി അതിനെപ്പറ്റിയെല്ലാം സംസാരിക്കുന്നുണ്ട് സീന. പിന്നീട് ലോഗൻ പോൾ വന്നതിന് ശേഷം പറയുന്നുണ്ട് 5 വർഷം മുൻപ് ഞാൻ ഒരു WWE സൂപ്പർ സ്റ്റാർ ആകുമെന്ന് ആരും വിചാരിച്ചു കാണില്ല. അതുപോലെ തന്നെ ഞാൻ ജോൺ സീനയുടെ കൂടെ ടാഗ് ടീം പാർട്ട്ണറായി വരുമെന്ന് ആരും പ്രതീക്ഷിച്ചു കാണില്ല. എന്നാൽ അതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദ ലാസ്റ്റ് റിയൽ ചാമ്പ്യൻ്റെ കൂടെയാണ് ഞാൻ ഇപ്പോൾ ടാഗ് ടീം പാർട്ട്ണർ ആയിട്ടുള്ളത്. അതുപോലെ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ ഞാൻ വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യേണ്ടതായിരുന്നു. ജെയ്സോ നിനക്ക് ഭാഗ്യമുണ്ട്, കോഡി റോഡ്സ് വന്നില്ലായിരുന്നുവെങ്കിൽ നീ തോറ്റേനെ എന്നൊക്കെയാണ് പറഞ്ഞത്.
അതുപോലെ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ WWE ചാമ്പ്യനായിട്ട് ജോൺ സീന ഉണ്ട്. ജോൺ സീന നിൽക്കുന്ന സമയത്ത് ഈ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പുമായിട്ട് ലോഗൻ പോളിന് നിൽക്കാനായിട്ട് താല്പര്യമുണ്ട് എന്നൊക്കെ പിന്നീട് സീനയും അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെയെല്ലാം കാണിക്കുന്നുണ്ട്. അവസാനം ലോഗൻ പോൾ ഇവരെ രണ്ടുപേരെയും നോക്കി നെപ്പോ കിഡ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നുണ്ട്. പിന്നീട് ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ഇവർ 4 പേരും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായി. ശേഷം ഇവരെല്ലാം ഭയങ്കരമായി ഫൈറ്റ് ചെയ്തു. ജോൺ സീനയെ സൂപ്പർ കിക്ക് എല്ലാം ചെയ്ത് ഇവർ രണ്ടുപേരും ചേർന്ന് ഒഴിവാക്കി. ശേഷം ലോഗൻ പോൾ വന്ന സമയത്ത് ഇവർ മുൻപ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തപ്പോൾ കോഡി കട്ടറും ജെയ്സോടെ 1D ഫിനിഷറും കൂടി ഒരു കോംബോ ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ ചെയ്തുകൊണ്ട് ലോഗൻ പോളിനെ അറ്റാക്ക് ചെയ്ത് കോഡി റോഡ്സ് ആൻഡ് ജെയ്സോ ഇവരാണ് മാസായി നിന്നുകൊണ്ട് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് എൻഡ് കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചത്. ശേഷം സീനയുടെ ചാമ്പ്യൻഷിപ്പ് എടുത്ത് കോഡി റോഡ്സ് ഉയർത്തി കാണിക്കുന്നതായിട്ടും ഷോ മൊത്തത്തിൽ അവസാനിക്കുന്നതായിട്ടും കാണിച്ചു. അപ്പോൾ ഇന്നത്തെ സ്മാക്ക് ഡൗൺ നല്ല ഷോ ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഈ സെഗ്മെന്റിൽ ഇതിനേക്കാൾ കൂടുതൽ ഇവർ പറഞ്ഞിട്ടുണ്ട്. സ്മാക്ക് ഡൗൺ നല്ല ഷോ ആയിരുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.